ജീവിതമെന്ന് കരുതിയ പലതിനെയും ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ഓരോ പുരോഹിതന്റേതും. ഇന്ന് കാൽവരി പൂക്കളിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനപ്പെട്ട മാത്യു പുളിച്ചമക്കൽ അച്ഛനാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. അച്ഛാ, പ്രീസ്റ്റ് ഹോമിലോട്ട് വന്നിട്ട് എത്ര നാളായി? ഇവിടെയുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? പ്രീസ്റ്റ് ഹോമിലേക്ക് വന്നിട്ട് നമ്മളെ ഏകദേശം 3 മാസം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവിടെ വന്നത്. വരാനുണ്ടായ സാഹചര്യം ഒരു അപകടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 11-ാം തീയതി ഒരു അപകടം ഉണ്ടായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. 1 വർഷം എടുക്കും ഏകദേശം ഇതിൻ്റെ ക്യൂറബിലിറ്റി ഇതെല്ലാം ശരിയാകാനായിട്ട്. അപകടം എങ്ങനെയാണ്? അപകടം ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ ബുള്ളറ്റേ പോയപ്പോൾ ഒരു കാർ വന്നിടിച്ച് ഒരു അപകടം എൻ്റെ ഇടവേടെ അടുത്ത് അവിടെ മണിവില വെച്ചാണ് അപകടം ഉണ്ടായത്. കരക്കാട്ടൂർ അവിടെ വെച്ച അപകടം ഉണ്ടായത്. വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. കൈയും കാലും എല്ലാ അവയവങ്ങളും നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശ്രമത്തിലൂടെ പോകുന്നു. പരാതിയില്ലാതെ സന്തോഷമായിട്ട് പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അച്ഛൻ്റെ ദൈവവിളിയെ പറ്റി ഒന്ന് പറയാമോ? ദൈവവിളിയിലോട്ട് അച്ഛനെ ആദ്യമായിട്ട് കടന്നു വന്ന ആ ഒരു നിമിഷങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വളരെ സന്തോഷമുണ്ട് ആ ചോദ്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ജോലിയാണ് വിളിക്കുക എന്നുള്ളത്. നമ്മളത് കേട്ടു, എന്തോ ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനായിട്ട് ഇടയായി. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വലിയ ജീവിതത്തിലേക്ക് കടന്നു വരാനും 1987 10ാം ക്ലാസ് പാസ്സായി. ജൂൺ 14-ാം തീയതി സെമിനാരിൽ ചേർന്ന് ഒരു ജീവിതത്തിലൂടെ അങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി. അതെല്ലാം അങ്ങനെ അന്നിരുന്ന വൈദികരോടും സഭയോടൊക്കെയുള്ള നല്ല സ്നേഹവും, അതുപോലെ അധ്യാപകരോടും സിസ്റ്റേഴ്സിനോടും കൂട്ടുകാരോടൊക്കെ നല്ലൊരു പള്ളിയോടുള്ള നല്ല ബന്ധത്തിൽ. ഞങ്ങളുടെ വീടും പള്ളിയായിട്ട് ഒത്തിരി ദൂരമുണ്ട് എങ്കിലും പള്ളിയിൽ പോകാനൊക്കെ വലിയ താല്പര്യമായിരുന്നു ഞങ്ങൾക്ക്. അത്രയും അകലെ നിന്ന് പള്ളിയിൽ പോകാനായിട്ട്. അപ്പം അങ്ങനെ കളികളും എല്ലാം ചേർത്താണ് പള്ളിയിൽ പോക്കൊക്കെ ഒരു വലിയ ആഘോഷമായിരുന്നു. അന്ന് നടന്ന് പോകുമായിരുന്നു. ഇന്നത്തെ പോലെ അങ്ങനെ വണ്ടി സൗകര്യം. അപ്പോൾ അതൊക്കെ നടന്നാണ് പോകുന്നത്. പക്ഷേ അതൊരു വലിയൊരു എല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയ ഉത്സവം പോലെയാണ് പള്ളിയിലൊക്കെ പോക്കും വരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്തായാലും ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി അങ്ങനെ ഓർക്കാനായിട്ടും സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് പറയാനൊക്കെ ഇടയായല്ലോ. അപ്പോൾ അത് നല്ലൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ സമയത്ത് അതൊക്കെ ഒന്ന് ഓർക്കാനായിട്ടും. ദൈവം വിളിക്കുന്ന ആ വിളിയോട് പ്രത്യുത്തരം നൽകാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോൾ അതെല്ലാം പ്രത്യേകം ഞാൻ ഈ സമയത്ത് വൈദികനായിട്ട് ഇങ്ങനെ സത്യത്തിൽ ഇന്ന് വൈദികനായിട്ട് 10,345 ദിവസമായി ഇന്ന് അച്ഛനായിട്ട്. ഏകദേശം 28 വർഷം കഴിഞ്ഞ് 3 മാസം. അപ്പോൾ ആ കാര്യം കൂടെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഈശോയുടെ കൂടെ അത്രയും കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതൊന്ന് ഓർമ്മിക്കാനാണ്. ഇപ്പം നമ്മുടെ ആരും ഒന്നുമല്ല, ഈശോയുടെ കൂടെ അല്ലെങ്കിൽ ഇതിനൊന്നും വിലയില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്നതിനോ ചോദിക്കുന്നതിനോ ഉത്തരത്തിനോ ഈ കാഴ്ചകൾക്കൊന്നും ഈശോ ഇല്ലെങ്കിൽ അതിനൊന്നും വിലയില്ല. അപ്പം അതുകൊണ്ട് ആ വില വരാൻ വേണ്ടിയിട്ടാണ് അവിടെ അത്രയും ആ എണ്ണമൊക്കെ എങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്. അച്ഛൻ്റെ ആ തിരുപ്പെട്ട ദിവസത്തെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാമോ? അതെങ്ങനെയായിരുന്നു ദിവസം? 1998 ജനുവരി 5-ാം തീയതി തലേദിവസം ജനുവരി 4-ാം തീയതി അരമനയിൽ വൈകുന്നേരം എത്തി. വീട്ടുകാർ സൗഹൃദങ്ങളും ബന്ധുക്കളും ഒക്കെയാണ് വന്ന് വൈകുന്നേരം സന്ധ്യയായപ്പോൾ കൊണ്ടുവിട്ടു. അപ്പം അങ്ങനെ അരമന വന്ന് അഭിനമാർ ജോസഫ് ഭഗവതി പിതാവായിരുന്നു. പിന്നെ വന്ന ഉടനെ പിതാവിനെ കണ്ടു. അങ്ങനെ ചെറിയൊരു സംസാരം ഉണ്ടായി. പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നാളെ പട്ടമാണല്ലോ, അതെല്ലാം ഒരുങ്ങിയിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം ചോദിച്ചു സന്തോഷമായിട്ട് അങ്ങനെ അവിടെ തന്നെ. എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും? ഒരിക്കലും മറക്കാൻ പറ്റില്ല. ദിവസങ്ങളെല്ലാം നിരന്തരം ഓർത്തിരിക്കുകയാണ്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ അന്നത്തെ പുരോഹിതത്തിന് അന്ന് വളരെ നല്ലതായിരുന്നു. വൈകുന്നേരമായിരുന്നു പട്ടം. അപ്പം എല്ലാവരും നല്ലൊരു ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ നാടിൻ്റെ ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ അധികം വൈദികരില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇടവയിൽ അങ്ങനെ വൈദികനാകുവാൻ സെൻറ്റ് ജോസഫ് ചർച്ച് വായ്പൂര്, അതാണ് എൻ്റെ ഇടവക. അപ്പോൾ അവിടെ അന്നൊരു ഉത്സവമായിരുന്നു. നാട്ടുകാരൊക്കെ എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും എല്ലാ മതസ്ഥരും അന്ന് വന്ന് പങ്കെടുക്കുകയും വളരെ നല്ലൊരു വലിയൊരു ആഘോഷമായിട്ടുള്ളൊരു വലിയൊരു അത്ഭുതം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന്. എന്തായാലും അന്നൊക്കെ എല്ലാം വളരെ ഹൃദ്യമായിട്ട് വളരെ ഒരു അനുഗ്രഹദായകമായ ദിവസമാണ്. ഒരിക്കലും അങ്ങനെ മറക്കാൻ പറ്റാത്ത ദിവസം. നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ അച്ഛനാകുമെന്ന് പറഞ്ഞത് നമുക്കറിയാം, എനിക്കൊരു ജീവിതാന്തസ്സ്. അതുകൊണ്ട് ആ അന്തസ്സിലേക്ക് ഞാൻ പിറന്ന ദിവസമാണ്, വൈദികനായ ആ ദിവസമാണ് എൻ്റെ വൈദിക ജീവിതാന്തസ്സ്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ശൈലി മാറ്റുകയാണല്ലോ. അപ്പോൾ ഞാൻ അതാണ് എൻ്റെ ദൈവവിളി അല്ലെങ്കിൽ എൻ്റെ വഴി, പൗരോഹിത്യം, തിരുപ്പട്ടം എന്നുള്ള ആ ഒരു കുദാശയിലൂടെയുള്ള അതാണ് എൻ്റെ ജീവിത അന്തസ്സ്.
അപ്പോൾ ആ അന്തസ്സ് എനിക്ക് ദൈവം തന്ന ദിവസമാണത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് എനിക്കൊരു ജീവിതം ഈ വേഷത്തിലൂടെ ജീവിക്കാനായിട്ടുള്ള കൃപ തന്നു. നാളിതുവരെ അങ്ങനെ ആ വേഷത്തിലൂടെ അല്ലെങ്കിൽ പൗരോഹിത്യം ഈശോയുടെ ആ ഒരു സുന്ദരമായിട്ടുള്ള ജീവിതശൈലിയുടെ പോകുവാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പോൾ അതിന് പ്രത്യേകം ഞാൻ നമ്മളുടെ ചോദ്യത്തിലൂടെ എല്ലാവരോടും നാളിതുവരെയും ആ പൗരോഹിത്യമായിട്ട് ഈശോയുടെ മക്കളെ ബന്ധപ്പെടുവാനായിട്ട് എല്ലാവരെയും സാധിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ടുള്ള ആ ചോദ്യത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. ആ ദിവസത്തെക്കുറിച്ചെല്ലാം ഓർമ്മിക്കാനും എന്തായാലും അത് എല്ലാ ദിവസവും ഓർക്കും. പൗരോഹിത്യത്തിന് ആ പട്ടത്തിൻ്റെ ദിവസം അല്ല കുർബാന അർപ്പിച്ചതും അന്ന് നടന്ന ഓരോ കാര്യങ്ങളും എല്ലാം അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഓർക്കും. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അച്ഛൻ്റെ ദൈവവിളിയിൽ കുടുംബത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്? വീട്ടുകാരിങ്ങനെ ഒരു അച്ഛനാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? സത്യത്തിൽ നമുക്കറിയാമല്ലോ, അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. അതിന് മുമ്പ് നമ്മുടെ കൊച്ചു പള്ളിയാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇടവപ്പള്ളിയുടെ ഒരു കൊച്ചു പള്ളിയാണ് നമ്മുടെ വീട്. അപ്പോൾ ആ പള്ളിയിൽ അപ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിൽ മാതാപിതാക്കൾ, എൻ്റെ അപ്പനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ 5 മക്കളാണ്. അതുപോലെ അപ്പനും അമ്മയ്ക്ക് അപ്പനൊക്കെ അവർ 10 മക്കളുടെ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താ, വലിയ സൗകര്യങ്ങളില്ലെങ്കിലും എത്രയും 10-20 പേര് വന്നാലും ഒന്ന് കിടക്കാനും ഇരിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കാനായിട്ട് അതിൻ്റെയൊക്കെ ആ വീടിൻ്റെ ഉള്ളറയിൽ സ്ഥലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്രയും ഹൃദ്യതയുണ്ടായിരുന്നു. ആർക്കും പരാതിയില്ലാതെ അന്ന് വളരെ സന്തോഷമായിട്ട് വീടിൻ്റെ ഉള്ളറയിൽ കഴിയാനും. അപ്പോൾ അവിടെ എല്ലാം ഒരു നല്ലൊരു ബന്ധം മാതാപിതാക്കളും അവരുടെ സഹോദരങ്ങളും അവരെല്ലാം മലബാറിലും പല ദേശത്തുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിത വഴിയിൽ ഇതെല്ലാം കൊച്ചുപള്ളിയിലുള്ള ആ ഒരു അംഗങ്ങളെന്നുള്ള നിലയിൽ അവരെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ സഹായിക്കുകയും എല്ലാ തരത്തിലും അവരുടെ ആ ഒരു ഇതിൻ്റെ പിന്നറി ഇതിൻ്റെ പുറകിൽ അച്ഛനാകുന്നതിൻ്റെ പുറകിൽ അവരുടെ നമ്മുടെ വൈദികരോടും ബാക്കിയോടും ഒക്കെ ചേർന്ന് അവർ കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബം രീതിയും സഹായിച്ചു. അച്ഛനാണെങ്കിലും അച്ഛൻ്റെ അപ്പന്മാരാണെങ്കിലും പേരപ്പന്മാരാണെങ്കിലും അച്ഛൻ്റെ മറ്റ് സഹോദരിമാരാണെങ്കിലും അവരുടെ വീട്ടുകാർ, അതെല്ലാം ഒരു 10 കുടുംബങ്ങളും. അപ്പോൾ ആ ഒരു ഇതെല്ലാം ഒരു ഒറ്റ കുടുംബം പോലെയുള്ള ഒരു വലിയൊരു ബന്ധമാണ്. ഇന്നും ആ ബന്ധം വളരെ ഊഷ്മളമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ആ ഒരു ബന്ധത്തിൻ്റെ ഓർമ്മ, അതിൻ്റെ ഒരു ശക്തി ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം വേർപിരിഞ്ഞു പോയെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ കുടുംബത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ആ ഒരു വലിയ നാടിൻ്റെ ഒരു വലിയ ഒരു സൗന്ദര്യം, ആ നാടിൻ്റെ ഒരു ഗന്ധം നമ്മുടെ പൗരോഹിത്യത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. അച്ഛൻ്റെ ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛനെ സ്വാധീനിച്ച ഒരു വ്യക്തി ഉണ്ടോ അച്ഛൻ്റെ ജീവിതത്തിൽ? ഉറപ്പായിട്ടും ഉണ്ട്. നമുക്കറിയാമല്ലോ, നാളായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുനാളിലുള്ള നമ്മുടെ ഇടവയിലുള്ള വൈദികർ, അതുപോലെ തന്നെ പിതാക്കന്മാർ. അപ്പോൾ അവരെല്ലാം ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പിതാക്കന്മാരെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മിഷൻ ലീഗിൻ്റെ ഒക്കെ പരിപാടിക്ക് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഒക്കെ അന്ന് ചെറിയ റാലിക്കും അല്ലെങ്കിൽ അതിൻ്റെ പരിപാടിക്കെല്ലാം പോകുമ്പോൾ പല തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തുനിന്ന് വരുന്ന പിതാക്കന്മാരെയും ആളുകളെയും അല്ലെങ്കിൽ വൈദികരെയും വലിയൊരു കുഞ്ഞു സമൂഹത്തെ കാണുമ്പോഴത്തേക്കും എനിക്കും അങ്ങനെ ഒരു വലിയ അതുപോലെയുള്ള ആ ഒരു തലത്തിലേക്ക് എന്തുകൊണ്ട് ഉയർന്നുകൂടാ അല്ലെങ്കിൽ അങ്ങനെ വന്നുകൂടാ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ സെമിനാരിൽ പോകാനായിട്ട് ഇടയായത് ഞങ്ങളന്ന് ഞങ്ങളുടെ മിഷൻ ലീഗിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അൾത്തലബാലന്മാരെ കൊണ്ട് സിസ്റ്റേഴ്സ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം അങ്ങനെ സെമിനാരിയിലും എമോസിയിലും സ്പിരിച്വാലിറ്റി സെൻ്റർ കോട്ടയത്ത് അങ്ങനെ പോയി. അപ്പം അങ്ങനെ പോകുമ്പോൾ അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അങ്ങനെ അവിടെ ഒരു അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് സിസ്റ്റേഴ്സിനോട് ചേർന്ന് സെമിനാരി പോകുമ്പോൾ സെമിനാരിയുടെ അങ്ങ് മുകളിലൊരു ലോഹ തൂക്കിയിട്ടേക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് ആ ഒരു സങ്കടത്തോടെ ഓർക്കുന്നു. ഞാനൊരു വലിയൊരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ എനിക്കും ഒരു ലോഹ അവിടെ തൂക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. സെമിനാരിയുടെ മുകളിൽ എനിക്ക് വന്ന പ്രദേശം അവിടെ വന്ന ഫസ്റ്റ് തിയോളജിയൻസ് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അവർ ലോഹ അവിടെ അലക്കാനായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും അവിടെ ഒരു ലോഹ തൂക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അവിടെ അത് തൂക്കാനും പറ്റി എന്നുള്ളതാണ്. പിന്നീട് അവിടെ എനിക്കത് തൂക്കാനായിട്ട് പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇതിനകത്ത് ആ ഒരു കണ്ണീരായിട്ട് വരുന്നത്. അച്ഛൻ്റെ സെമിനാരി കാലഘട്ടവും സെമിനാരിയിലെ ആ ഒരു ജീവിതവും മറക്കാനാവാത്ത ആ ഒരു അനുഭവങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഉറപ്പായിട്ടും പങ്കുവയ്ക്കുക. അതൊന്നും ഈ ഒരു സമയം ഇച്ചിരി സമയമൊന്നും പോരാ, അതൊക്കെ ദിവസങ്ങളോളം പറയാനുള്ള അനുഭവങ്ങളാണ്. എൻ്റെ അമ്മയായ വടവാതൂർ സെൻറ്റ് തോമസ് സെമിനാരിയെക്കുറിച്ച് പറയാനുള്ളത്. അതിന് മുമ്പ് കുറിച്ച് സെൻറ്റ് തോമസ് മാന്യ സെമിനാരിയുണ്ട്, അവിടെയുള്ള അനുഭവങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും അതും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. 3 വർഷമായിരുന്നു മാന്യ സെമിനാരിയിൽ
അത് കഴിഞ്ഞിട്ടാണ് വടവരെ പോകുന്നത്. എങ്കിലും അതിന് മുന്നേ ഈ ഒരു അനുഭവം സെമിനാരിലേക്ക് ഇങ്ങനെ ആദ്യമായിട്ടുള്ള കൊച്ചിലെ കുഞ്ഞുനാളിൽ നടന്നാണ് ഞങ്ങൾ പോയതെന്ന്. അപ്പോൾ അങ്ങനെ നടന്നു പോയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ലോഹയൊക്കെ അങ്ങനെ ലോഹ അലക്കിയിട്ടിരുന്ന ആ സംഭവം കൃത്യമായിട്ട് കാണാനായിട്ട് ഇടയായി ഞാനിങ്ങനെ പോകുന്ന വഴിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അച്ഛനാകുവാനായിട്ട് പ്രേരണ നൽകുവാനായിട്ട് ആരും വ്യക്തികൾ വേണമെന്നില്ല, മറിച്ച് നമ്മുടെ സഭയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഓരോ സംവിധാനങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വ്യക്തി വസ്ത്രം ഉടുപ്പ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ഇത് വന്നു. നേരത്തെ പ്രേരണയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ അത് എനിക്ക് പറയാനുള്ളത് കൊണ്ട് ഈ ലോഹയെല്ലാം അടക്കി നമ്മൾ ഇതുപോലെ പാത്തും ഉള്ള സ്ഥലത്തല്ല ഉണ്ട്, എല്ലാവരും കാണുന്ന പോലെയുള്ള സ്ഥലത്തിട്ട് ഇതൊക്കെ പ്രചോദനം നമുക്കറിയത്തില്ല, പ്രചോദനം വരുന്ന വഴികൾ അല്ലെങ്കിൽ ഓരോ കവിത ഉണ്ടാകുന്ന ചെറിയൊരു ഇല വീഴുമ്പോൾ കാണുമ്പോൾ കവിത ഉണ്ടാകുന്ന പറഞ്ഞ പോലെ ഇതിപ്പോൾ അങ്ങനെ ഉള്ള ആ സമയത്താണ് ദൈവവിളി അവിടെ നിന്ന് അത് എന്താണ് എന്നെ സഹായിക്കാനായിട്ട് ആ ഒരു കാഴ്ചയ്ക്ക് ഇട നൽകി. അപ്പോൾ അങ്ങനെ സെമിനാരിയിൽ മറക്കാനാവാത്ത വലിയ വലിയ അനുഭവങ്ങളാണ് സെമിനാരിയിൽ ഉള്ളത്. പ്രിയപ്പെട്ട എൻ്റെ രക്തച്ചന്മാരോടും പഠിപ്പിച്ച അച്ഛന്മാരോടും അതുപോലെ കൂട്ടുകാരായിട്ടുള്ള അനേകം എല്ലാവരും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രൂപതയിലും പെട്ട വൈദിക സഹോദരങ്ങൾ, കൂട്ടുകാർ, വളരെ വളരെ ഒരു കുടുംബാരൂപിയിൽ നമുക്കവിടെ ജീവിക്കാനും പഠിക്കാനും പഠിച്ച് വൈദികരാകുവാനും അതുപോലെ തന്നെ ആ ഒരു ഈശോയുടെ ആ ഒരു നല്ല തീക്ഷ്ണതയിൽ നാളിതുവരെയും ജീവിക്കാനുള്ള ഒരു ശക്തിയും പ്രേരണയൊക്കെ തന്നത് സെമിനാരിയുടെ ആ ഒരു ഉള്ളറയിലുള്ള ആ ഒരു ജീവിതമാണ്. സെമിനാരി ഒരിക്കലും മറക്കുന്നില്ല. എല്ലാ ദിവസവും സെമിനാരിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ലോഹ തയ്ച്ചു തന്നത് ഞാൻ എപ്പോഴും പറയാം. അവിടെ ജസ്റ്റിൻ, ഇവിടെ ഉള്ള ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ലോഹ തയ്ച്ചപ്പോൾ ഞാൻ ജസ്റ്റിനെ എപ്പോഴും പറയും, ജസ്റ്റിനാണ് ഇവിടെയുള്ളവരെല്ലാം ഈ അച്ഛന്മാരുടെ വേഷത്തിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ, ജസ്റ്റിനാണ് ഇതെല്ലാം തയ്ച്ച് തരുന്നത്. അതുകൊണ്ട് ജസ്റ്റിനെ ഞാൻ ഒരിക്കലും എല്ലാ ദിവസവും ഓർക്കും. ജസ്റ്റിൻ വടവാതിൽ ലോഹ തയ്ക്കും. ജസ്റ്റിൻ ഇത് കേൾക്ക് ഇടയായെങ്കിൽ ജസ്റ്റിന് പ്രത്യേകമായിട്ടുള്ള നന്ദി കേട്ടോ. എല്ലാ വൈദികർക്കും പിതാക്കന്മാർക്കൊക്കെ ജസ്റ്റിനെ വളരെ നന്നായിട്ട് ലോഹ തയ്ച്ച് തന്ന് ഞങ്ങളെല്ലാം ആ വൈദിക വേഷത്തിൽ നടക്കുവാനായിട്ട് നല്ല വളരെ മനോഹരമായിട്ട് തയ്ച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ മറ്റ് ലോഹ തയ്ക്കുന്ന ഇടങ്ങളിലുള്ള സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടുകൂടി അവരുടെയും അവരെ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വേഷത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്, അതിൻ്റെ ഒരു നല്ലൊരു ഒരു ആകാര ഭംഗിയായിരുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ സെമിനാരിയെക്കുറിച്ചുള്ള ഒരു നല്ല ഉള്ളു നിറഞ്ഞ ഒരു അനുഭവമാണ് ഈ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം ചോദ്യത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. നല്ലൊരു ചോദ്യത്തിലൂടെ ആ സെമിനാരിയെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കാനും ശ്രമിച്ചെടുക്കാനും അവരതിൻ്റെ ഒരു ഇപ്പോൾ പറയുമ്പോഴും ആ ഒരു ആവേശത്തിലാണ് പറയുന്നത്, അല്ലാതെ അത് കഴിഞ്ഞു പോയൊരു സംഭവമല്ല. അതിങ്ങനെ നിരന്തരം ജീവിതത്തിലൂടെ തുടരുന്ന ഒരു അനുഭവമാണ്. ആ പരിശീലനവും ആ കൂടെയുള്ള വൈദികരുടെ അപ്പോൾ അവിടെയെല്ലാം ഉള്ള തമാശകളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം പച്ചകടാതെ ഇങ്ങനെ നിൽക്കുകയാണ്, മനസ്സിൽ വളരെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷം കേൾക്കുന്ന എല്ലാവരെയും വൈദിക സഹോദരങ്ങളെയും പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ അനുജിത്തുമാരെ എല്ലാം പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാം ആ വഴിയിലൂടെയൊക്കെ കടന്നു വരണം. നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അറിയാമല്ലോ, നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികളും അതുപോലെ പെൺകുട്ടികളും നിങ്ങളും കൃത്യമായിട്ട് കടന്നു വരണം. നമുക്കറിയാം നമ്മുടെ ഇടയിൽ നല്ല അമ്മമാർ വേണം, അച്ഛന്മാർ തന്നെ പോരാ. സഭയിലുള്ള നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ട്, അതുപോലെ തന്നെ സഭയിലും നമ്മുടെ അച്ഛനും അമ്മയുമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനും പ്രത്യേകമായിട്ട് പ്രേരണയാകട്ടെ നമ്മുടെ ഈ ചെറിയ സംസാരം കേൾക്കുന്ന പെൺകുട്ടികളും നിങ്ങളും. തീർച്ചയായിട്ടും നമ്മളൊരു വിരോചിതമായിട്ടുള്ള ജീവിതമാണ്, അത് എളുപ്പമുള്ള അല്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് നിങ്ങൾ ആ മനസ്സ് കാണിക്കണം. അല്ല നിങ്ങളുടെ സൗന്ദര്യം ഒരു ആ രീതിയിലും നിങ്ങൾക്കുള്ള കഴിവുകളും കാര്യങ്ങളെല്ലാം ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഈ ഒരു ചോദ്യം കാരണമായി തീരട്ടെ, പ്രേരണയായി തീരുവാനായിട്ടില്ല. പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞ് അനുജത്തിമാർക്കും നല്ലൊരു പ്രേരണ ആകട്ടെ, കുടുംബങ്ങൾക്കും ഇത് കേൾക്കുവാണെങ്കിൽ പ്രേരണയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? അച്ഛൻ്റെ പ്രാർത്ഥനാ ശൈലി എങ്ങനെയാണ്? ഒരുപാട് നമുക്കറിയാമല്ലോ, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛന്മാരെന്ന് പറയുന്നത്. നമ്മുടെ ജോലി പ്രധാനമായിട്ടും കുർബാന അർപ്പിക്കുക, അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കുർബാനയിലേക്ക് പ്രാർത്ഥിക്കുക, പിന്നെ കുർബാനയിൽ നിന്ന് ഇവിടെ പ്രാർത്ഥന. നമ്മൾ ആ കുർബാനയാണ് മെയിനായിട്ട് നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഈശോ അർപ്പിച്ച ആ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരെയും നമ്മുടെ ഇടവ സമൂഹത്തെ മാത്രമല്ല നമ്മളായിരിക്കുന്ന ഒരു മേഖല മുഴുവൻ കുർബാനയിലേക്ക് സമർപ്പിച്ച് അവരെല്ലാം അങ്ങനെ സമർപ്പിച്ച ഓരോ കുടുംബങ്ങളെയും ആ കുർബാനയെ സമർപ്പിച്ച് അർപ്പിന് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആ കുർബാനയുടെ ചൈതന്യം, നമ്മൾ കുർബാന അർപ്പിക്കുക മാത്രമല്ല അതിനകത്തുള്ള ഈശോയുടെ ആ ഒരു നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുവാനായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാം നൽകുവാനുള്ള ഈശോയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണമാണല്ലോ വിശുദ്ധ കുർബാന. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെയുള്ള ആ ഒരു ശൈലിയിലേക്കാണ്. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഓരോ കുടുംബങ്ങൾക്കും നമുക്ക് ശക്തി പകരുകയാണ്. അപ്പോൾ അവരുടെ ജീവിതങ്ങൾ
നേരെയാക്കുവാനായിട്ടുള്ള ഒരു ജീവിതം നേരെയാണ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പ്രാർത്ഥിച്ചു പോവല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു അനുമതി, ദൈവത്തിൻ്റെ ഒരു സമ്മതം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഒപ്പം തന്നെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഉറപ്പാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു അനുഭവം കൊണ്ട്. പ്രാർത്ഥിക്കാത്ത ഒരു വൈദികൻ ശരിക്കും വൈദികനല്ല. അതുകൊണ്ട് പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും. അച്ഛന്മാർ തന്നെയല്ല, നമ്മളെല്ലാവരും, നമ്മുടെ മാതാപിതാക്കളും പ്രാർത്ഥിക്കാത്ത ഒരു അപ്പനും അമ്മയ്ക്കും ഒരിക്കലും ആ അപ്പനും അമ്മയായിട്ടിരിക്കാൻ പറ്റുകയില്ല. നമ്മളെല്ലാ രീതിയിലും. അപ്പോൾ ആ ഒരു ജീവിത അന്തസ്സോട് ചേർന്ന് പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ആ ജീവിത അന്തസ്സിനെ പുഷ്ടിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും അതിനെ ശക്തിപ്പെടുത്തുന്നതും നമ്മളതിൻ്റെ ഓരോ നിമിഷത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിതമാണെന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള നമ്മുടെ ആ ഒരു ബന്ധം കുറഞ്ഞാൽ പിന്നെ നമ്മൾ മരത്തിൽ നിന്ന് കമ്പ് ഒടിഞ്ഞു പോകുമ്പോൾ കമ്പ് ഉണങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവത്തോടുള്ള നിരന്തര ബന്ധം അത് നമുക്ക് നിലനിർത്താനായിട്ടാണല്ലോ പ്രാർത്ഥനയിലൂടെ. അപ്പോൾ അതുകൊണ്ട് കുർബാന തുടങ്ങിയുള്ള സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രത്യേകമായിട്ട് എല്ലാ കുടുംബങ്ങളെയും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും അങ്ങനെ വചന വായനയിലും ധ്യാനത്തിലും ഒക്കെ ഇങ്ങനെ ഓരോ എല്ലാ കുടുംബങ്ങളെയും ഓർത്താണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ എല്ലാ കുടുംബങ്ങളെയും അങ്ങനെ ആശീർവദിച്ചിട്ട് എല്ലാ കുടുംബത്തിലും സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാകാനായിട്ടൊക്കെയുള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് മിക്കവാറും അങ്ങനെ ഇടവിലൊക്കെ അങ്ങനെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ പ്രാർത്ഥനയുടെ അനുഭവം അത് എന്താണ്, നമുക്കൊരിക്കലും അതിന് ഒരു വിശ്രമമില്ല. അച്ഛനൊരു കലാകാരൻ കൂടെയാണല്ലോ. പ്രസംഗങ്ങളെയും പ്രാർത്ഥനകളെയും ജീവിതാനുഭവങ്ങളെയൊക്കെ മനോഹരമായിട്ട് കവിതകളാക്കി മാറ്റുന്ന ഒരു കവി കൂടെയാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു കവിതാ ശൈലി എങ്ങനെയാണ്? ദൈവത്തിന് നന്ദി പറയാണ്. അങ്ങനെ വലിയ കലാകാരനൊന്നുമല്ല എങ്കിലും ദൈവം വിചാരിച്ച് നമുക്കറിയാമല്ലോ എന്താണ് നടക്കാൻ വയ്യാത്തത്, അല്ലെങ്കിൽ ദൈവത്തിന് ഏത് വിഷയവും നമുക്ക് തരാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ വലിയ സഭയിലെ വലിയ തീർച്ചയായിട്ടും അപ്രയം പിതാവ് തുടങ്ങിയുള്ള വലിയ സഭയിലെ വലിയ കലാകാരന്മാരെ ഞാൻ കൃത്യമായിട്ട് നമ്മുടെ സിസിലി പുണ്യവതിയുണ്ട് കലയുടെ ഗാനത്തിലൊക്കെ. അപ്പോൾ അവരിലൂടെ അതുപോലെ തന്നെ മറ്റിതര നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിലെ എല്ലാ പ്രിയപ്പെട്ട വലിയ കവികളെയും നമ്മുടെ ഭാരതത്തിൻ്റെ ആ വലിയൊരു അതിനെയല്ല ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രകൃതിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാരതം എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ അതിൻ്റെ ഒരു കവിത എന്ന് പറയുന്നത് അറിയാം, കാവ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടത് നമ്മുടെ ജീവിതമായിട്ട്, അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പാട്ടില്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാത്തിനകത്തും അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലും ഞാനിങ്ങനെ ഓരോ വ്യക്തികളെയും അങ്ങനെ ഒരു വലിയ കാവ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളെയും കൊച്ചുകുട്ടിയായാലും വലിയവരായാലും ജീവിതാനുഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ദൈവം സഹായിച്ച് അങ്ങനെ വിവിധ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അതിനകത്ത് കവിത ചേർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അനുദിനം വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ അന്നത്തെ വിശുദ്ധ വചനം ചേർത്ത് പാട്ട് പോലെയുള്ള ശൈലിയിൽ പാടാറുണ്ട്. പിന്നെ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് രണ്ടാമത്തെ കുർബാന കുട്ടികളോട് അപ്പം അങ്ങനെയുള്ള ആ ശൈലിയിൽ അങ്ങനെ സംവദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ദൈവം അങ്ങനെ പെട്ടെന്ന് പാടാനുള്ള, നേരത്തെ എഴുതി തയ്യാറാക്കി പാടുന്നതല്ല, പെട്ടെന്ന് ഉള്ള ആ ഒരു ജീവിതത്തിലെ അനുഭവത്തിലൂടെ അതിനെ അങ്ങനെ ഘനാത്മകമാക്കുവാണ്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ചേർത്ത് ഈ സമയത്ത് ഈ ചോദ്യത്തിനോട് ചേർത്ത് ഒരു ചില കവിതയുടെ പാടി നമ്മുടെ ദൈവത്തിന്, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ വലിയ കലാകാരന്മാർക്കും അതുപോലെ നമ്മുടെ സമൂഹത്തിന്, ഒരു കാവ്യ സമൂഹത്തിന് കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് കൂടുതൽ ആളുകൾ ക്രൈസ്തവരെ സംബന്ധിച്ച് അങ്ങനെ ഈ പരിപാടിയൊന്നും അത്ര മോശപ്പെട്ട ഈ പരിപാടിയില്ല, അത്ര നല്ലതല്ല എന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത്. കൊണ്ട് അതേക്കുറിച്ച് കൂടുതലായിട്ട് അധ്വാനിക്കാനും കൂടുതൽ പഠിക്കാനും അങ്ങനെ എല്ലാ തരത്തിലുള്ള പുതിയ പഴയ നമ്മുടെ എന്താണ് ആ ഒരു കാവ്യ അല്ലെങ്കിൽ നമ്മുടെ കലാജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് അത് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്പം കവിതകളെ പാടാമെന്ന് വിചാരിക്കുകയാണ്. എത്ര സുന്ദരമാണീ പ്രപഞ്ചം, എത്ര സുന്ദരമാണു ദൈവമേ നീ തന്ന ഈ പ്രപഞ്ചം, നീ തരുന്ന കൃപയും അനുഗ്രഹങ്ങളും എത്ര സുന്ദരം, എത്ര സൗഭാഗ്യതരം. ദൈവമേ നീ കാത്തിടുന്നു, ഇന്നു നീ ഇതുവരെയും ഞങ്ങളെ നീ കാത്തു പരിപാലിച്ചു. അറിയുന്നവരെയും
അറിയാത്തവരെയും ദൈവമേ നീ കാത്തു പരിപാലിക്കുന്നു. നിൻ കൃപയല്ലാതെന്താണിതു ദൈവമേ, നിന്നത്ഭുതമല്ലാതിതെന്തു ദൈവമേ. അത്ഭുതകരമാം വഴിയിൽ നീ കാത്തിടുന്നു. ഞങ്ങളെയും പ്രിയരെയും ലോകം മുഴുവനെയും നീ കാത്തിടുന്നു. അനുഗ്രഹമല്ലാതെന്താണിത്, നീ തൊടുന്നതെല്ലാം അത്ഭുതമല്ലോ. നീ പറഞ്ഞതെല്ലാം സ്നേഹത്തിൻ അത്ഭുത വാക്കുകൾ. നീ തന്ന കാഴ്ചകളോ അത്ഭുതമുണർത്തും കാഴ്ചകൾ. എൻ്റെ സോദര കാഴ്ചകളും എൻ്റെ സോദരി കാഴ്ചകളും ലോക കാഴ്ചകളും അത്ഭുതമല്ലോ ദൈവമേ. ഞാനും മാറ്റിവിയിലെ പ്രിയ സോദരങ്ങളും ഇന്നിവിടെ നിന്റെ പരിപാലനയോർക്കുവാൻ, നിന്റെ സഭയെയും സഭയെ നയിക്കുന്ന നിന്റെ കൃപയും അതിലെ ശുശ്രൂഷകരെയും ഓർക്കുവാൻ ഇന്നു നീ അവസരമൊരുക്കി. നീ അത്ഭുതകരമാം വഴിയിൽ നീ അത്ഭുത പരിപാലനയൊരുക്കി. നീ അത്ഭുത പരിപാലനയൊരുക്കി. നീ ദൈവമേ നിനക്കു സ്തുതി. മനോഹരമായ ഒരു കവിത മാക് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ച അച്ഛന് ഒത്തിരി നന്ദി. അച്ഛൻ ഇനി അടുത്തതായിട്ട് അച്ഛൻ സേവനം ചെയ്ത മേഖലകളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ സേവനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടവക ദേവാലയത്തിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് സേവനം ചെയ്ത ഉണ്ട് അങ്ങനെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ പ്രിയപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ സേവനം ചെയ്യുവാനായിട്ട് ഇടയായി. അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ സേവനത്തിൽ നിന്ന് ആരും അതിന് പുറത്തല്ല. കാരണം ഈശോയുടെ മക്കളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ സേവന പരിധിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് ആരും അത് ജാതി മതഭേദമന്യേ എല്ലാവരും ഒരിടവേൽ ചെന്നാൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നമ്മുടെ സ്നേഹപരിധിയിൽ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും അവരെല്ലാം നമ്മുടെ പരിഗണന, നമ്മുടെ ആ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു അവരുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും അവിടെ സാന്നിധ്യമായി തീരുവാനായിട്ട് ഈശോയുടെ ആ നിലയിൽ ഈശോയുടെ ആ ഒരു നാമത്തിൽ അവിടെ കടന്നു ചെല്ലുവാനായിട്ട് ധൈര്യപൂർവ്വം എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും കയറിയിറങ്ങുവാനായിട്ട് ദൈവം അതിനുള്ള പ്രേരണയും അതിനുള്ള ആ ഒരു മനസ്സും അതിനുള്ള ആ ഒരു വഴിയെല്ലാം കർത്താവ് ഇതുവരെയും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈശോയ്ക്ക് നാണക്കേടില്ലാത്ത രീതിയിൽ ആളുകളോട് അല്ലെങ്കിൽ ഈശോയുടെ മക്കളോട് എല്ലാ ധൈര്യപൂർവ്വം കടന്നു ചെല്ലാനും സംസാരിക്കാനും അവരുടെ ജീവിതത്തിൽ ഇടപെടാനും ഒക്കെ അങ്ങനെ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്. അപ്പം അങ്ങനെ 28 വർഷത്തോളം വിവിധ ഇടവയിലൂടെ കടന്നു പോകുവാനും വളരെ സന്തോഷമായിട്ട് പ്രിയപ്പെട്ട മക്കളോട് പ്രിയപ്പെട്ട ഇടവജനത്തോടും അല്ലെങ്കിൽ എല്ലാവരോടും ആ ഇടവ ഞാൻ കാണുന്നത് ഇടവജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ എല്ലാവരും ചേരുന്നതാണ് ഇടവക സമൂഹം. അതുകൊണ്ട് ആ ഇടവയോട് ചേർന്നുകൊണ്ട് ആ ഇടവ സമൂഹത്തിൽ ദൈവത്തിൻ്റെ നല്ലൊരു സ്നേഹ സാന്നിധ്യമാകുവാനായിട്ട് അവിടെ ഊർജം കൊടുക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആരും പുറകോട്ട് പോകേണ്ടവരല്ല, എല്ലാവരും മുന്നിലേക്ക് വരേണ്ടവരാണ്. ആരും പുറകെ നിൽക്കാനുള്ളവരല്ല. അതുകൊണ്ട് ഓരോരുത്തരും ആ രീതിയിലാണ് ഓരോ കുടുംബങ്ങളെയും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ ഒരു ഇടവക ഒരു കുടുംബം എന്നുള്ള നിലയിൽ ആ ഒരു കുടുംബത്തിൻ്റെ അരൂപിയിൽ
ഇടവയുടെ കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ പുതിയവായാലും ഇടവയുടെ മറ്റുള്ള അതിൻ്റെ ഇടവയുടെ ദൈനംദിന കാര്യങ്ങളായാലും അതിൻ്റെ ഭരണകാര്യങ്ങളായാലും എല്ലാം ഒരു കുടുംബത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുവോ അതുപോലെ ഇടവയുടെ കാര്യങ്ങൾ നമുക്ക് പരസ്പരം ആലോചിച്ച് സ്നേഹ കൂട്ടായ്മയിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും ആരെയൊക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കാണുന്നത്. അപ്പം അങ്ങനെ കുടുംബത്തിൽ കഴിവുള്ളവരെയും ഇല്ലാത്തവരെയും നമുക്ക് എല്ലാം ഒന്നിപ്പിക്കണം. ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇടവ സമൂഹത്തിലുള്ള എല്ലാവരും ആ ഇടവയുടെ ഭാഗമാണ്. ഇടവയിൽ സഹകരിക്കുന്നവരും സഹകരിക്കാത്തവരും അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പറയുന്നവരും വിമർശിക്കുന്നവരെല്ലാം നമ്മുടെ ആ ഇടവയുടെ അവരമൂല്യ സമ്പത്താണ്, ഒരു അമൂല്യ സ്വത്താണ്. അതുകൊണ്ട് അവരെല്ലാം നമ്മുടെ ഇടവയുടെ അല്ലെങ്കിൽ ഇടവയുടെ ശക്തിയാണ്. അവരെല്ലാവരും സഹകരിക്കുന്നവരും സഹകരിക്കാത്തവരും ആ ഒരു ഇടവയുടെ ശക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ അവരെ കുടുംബത്തിൻ്റെ അംഗം എന്നുള്ള നിലയിൽ ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. അവരെല്ലാം ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു സമീപനം എല്ലാ ഒരു രീതിയിലാണ് ഈശോ ചെയ്ത്. അങ്ങനെയാണ്, ആരെയും ഒഴിവാക്കിയില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം ആ രീതിയിൽ അങ്ങനെ ഇടപെടാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് ഞാൻ കരുതുക. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അത് ഒരു പക്ഷെങ്കിൽ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ മിടുക്കല്ല. നമ്മളതാണല്ലോ ചെയ്യേണ്ടത്. ഈശോയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മൾ ചെയ്യുന്ന വ്യക്തിപരമായിട്ട് നമുക്ക് അതിൻ്റെ ഇതുണ്ടെങ്കിലും അതിനപ്പുറത്താണ് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ. അപ്പം നമുക്ക് ആ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവ ചൈതന്യം നമ്മളുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ സന്തോഷം തോന്നുന്നു. അപ്പോൾ ആ ജീവിതത്തിനാണെങ്കിലും നല്ല അതിലൂടെ നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്തത് എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് ഇടയായല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ നാളിതുവരെ എനിക്ക് ഇടപെടാനും സ്നേഹിക്കാനും അതുപോലെ തന്നെ നിങ്ങളോട് ഇടപെടാൻ ഇനി ആർക്കെങ്കിലുമൊക്കെ പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഓർക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ കാണാനായിട്ടുള്ള നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇതൊരു എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അതും നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മൾ ആരെയും പ്രയാസപ്പെടുത്താനായിട്ടുള്ളതല്ല, മറിച്ച് നമ്മുടെ ആ സ്നേഹ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നമ്മളത് കൂട്ടായ്മയ്ക്ക് എതിരായിട്ട് ആരെയും സംസാരിക്കാനായിട്ട് അനുവദിക്കാറില്ലായിരുന്നു. അപ്പോൾ അത് ആ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ, കുടുംബത്തിലെ ആരെയും ഒഴിവാക്കുന്ന രീതിയിലുള്ള സംസാരം ആരെയും അങ്ങനെ ദൈവം സഹായിച്ച് അങ്ങനെ. അപ്പോൾ അത് ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു ശക്തി അല്ല ആത്മശക്തി ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇടവയുടെ കാര്യങ്ങൾ അതൊരു അഹങ്കാരമായിട്ടല്ല, മറിച്ച് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ പറയണം. കൂട്ടായ്മയിൽ നിന്ന് ആരും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും അങ്ങനെ പറയാനൊക്കെ ദൈവം ഒരു ശക്തി തന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതെല്ലാവരുടെ എൻ്റെ തന്നെയല്ല, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ നന്മൂടിയാണ്. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ഇടയായല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട എനിക്ക് എൻ്റെ സേവനം ചെയ്യുവാൻ ഇടയായ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം അവരാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ, തീർച്ചയായിട്ടും അവരില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിൽ കാണുവാനും കേൾക്കുവാനും ഇടപെടാനൊക്കെ പറ്റിയ ഓരോ വ്യക്തികളിലും ആ വലിയ നന്മ ഞാൻ കാണുകയാണ്. അവരെല്ലാം എൻ്റെ പൗരോഹിത്യം എന്നെ വളർത്താനായിട്ട് എന്നെ സഹായിച്ചവരാണ് ഓരോരുത്തരും. അച്ഛൻ തന്നെയല്ല, ആരുമായിട്ടാണ് ഇടപെടുന്നത് അവരോട് ചേർന്നാണ് ആ പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക. അപ്പോൾ അത് പ്രത്യേകമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട നാളിതുവരെ എനിക്ക് ഇടപെടുവാൻ ദൈവം എൻ്റെ മുന്നിൽ തന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാട് ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഒന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അത് അഭിമാനം തോന്നുന്നു നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് എൻ്റെ എളിയ ഇത് വെച്ചുകൊണ്ട് അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു നല്ല ഒരു അനുഭവം, എൻ്റെ ഒരു സന്തോഷം നിറഞ്ഞൊരു എൻ്റെ ഒരു വലിയൊരു അഭിമാനമായിട്ട് തോന്നുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ, അതായത് ദൈവം എനിക്ക് തന്ന ഓരോ മക്കളെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഇടവകളിൽ വെച്ച് അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടവകയുണ്ടോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ഇടവയും അച്ഛൻ്റെ ഇടവയില്ല, എല്ലാ ഇടവയും ദൈവത്തിൻ്റെ ഇടവയാണ്, ഈശോയുടെ ഇടവയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പള്ളിയും അങ്ങനെ പ്രിയപ്പെട്ട ഇടവക അല്ലാതില്ല. കാരണം ഈശോയ്ക്ക് പ്രിയപ്പെട്ടാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഓരോ പള്ളി ഈശോയുടെ പ്രിയപ്പെട്ട പള്ളിയാണ്. ഈശോയുടെ സാന്നിധ്യമാണ് ആ പള്ളിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറെ മറ്റുള്ള ഒരു ഘടകങ്ങളും നോക്കാറില്ല. അവിടുത്തെ ഇടവിൽ വലുപ്പമൊന്നുമല്ല, അവിടെ ഈശോ ഉണ്ട്. ഈശോയ്ക്ക് എല്ലായിടത്തും ഒരേ വലുപ്പമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ ആ ഒരു വലുപ്പമാണ് ആ പള്ളിയെ പ്രിയപ്പെട്ടതാക്കുന്ന ഈശോ ആണ്. അതുകൊണ്ട് ആളുകളെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ അതിൻ്റെ സന്തോഷം വരുന്നത്. അല്ലാതെ ഒരു പള്ളി അങ്ങനെ മോശമായിട്ടില്ല. നമ്മുടെ ഒരു പള്ളിയിലും എല്ലാ പള്ളിയിലും അവിടെ ഈശോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു തൃത്വത്തിൻ്റെ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ പള്ളികളും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് കേൾക്കുന്നവരോർക്ക് അങ്ങനെ ഒരു പള്ളിയും മോശമില്ല. നമുക്ക് എല്ലാ പള്ളികളും ദൈവത്തിൻ്റെ ഇടവക അല്ലെങ്കിൽ ഈശോയുടെ ആ ഒരു ശരീരമാകുന്ന അല്ലെങ്കിൽ ഈശോയുടെ ആ ശരീരമാണുള്ള സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സഭ എല്ലാം അത് മനോഹാരിതയാണ്. അതിൻ്റെ എല്ലാ പള്ളികൾക്കും
അതിൻ്റെ സമ്പൂർണ്ണതയിലാണ്. കൊച്ചായാലും വലുതായാലും, ആളുകൾ കുറവായാലും കൂടിയാലും, അത് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ഒറ്റപ്പെട്ടാണെങ്കിലും മലയിലെ മുകളിലാണെങ്കിലും, ഇനിയിപ്പോൾ കുട്ടനാടിൽ ആറിൻ്റെ നടുവിലാണെങ്കിലും കായലിൻ്റെ നടുക്കാണെങ്കിലും കണ്ടത്തിൻ്റെ നടുക്കാണെങ്കിലും എല്ലായിടത്തും ഈശോയുടെ ആ സൗന്ദര്യം അല്ലെങ്കിൽ ഈശോ അവിടെ ഉള്ളതുകൊണ്ട് എല്ലാ പള്ളിയും നിറഞ്ഞ് ശോഭിക്കുകയാണ്. ഒരു പള്ളിക്കും എല്ലാ പള്ളിക്കും അവാർഡ് ഒരുപോലെയാണ്. ഈശോയുടെ നല്ല പള്ളി എന്നുള്ള അവാർഡ് എല്ലാ പള്ളികൾക്കും. കാരണം ഈശോ ഉള്ളതുകൊണ്ട് ഈശോ നല്ലതാണ്, ഈശോ ഒന്നാമനാണ്. അതുകൊണ്ട് ഈ ഒരു പള്ളിയും പുറകിലല്ല, എല്ലാ പള്ളിയും മുൻപന്തിയിലാണ് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഒരു പള്ളിയും മോശമില്ല, എല്ലാ പള്ളിയും ഈശോയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതേക്കുറിച്ചുള്ള എൻ്റെ ഒരു ചിന്ത, കാഴ്ചപ്പാട് അങ്ങനെയാണ്. അച്ഛാ, പൗരോഹിത്യ ജീവിതം ഒത്തിരി വെല്ലുവിളികളെ നിറഞ്ഞ ഒരു ജീവിതമാണല്ലോ. അപ്പം അത്തരത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛന് നേരിടേണ്ടതായി വന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ച് ഒന്ന് പറയാമോ? അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെല്ലുവിളികളെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ എല്ലാ ദിവസവും നമുക്കറിയാം, ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ മണിക്കൂറിലും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, ഇത് തന്നെ നമുക്ക് വെല്ലുവിളിയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണിക്കൂറും, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മണിക്കൂറും നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് അവിടെ എല്ലാം നമുക്കറിയാമല്ലോ, എല്ലാ ജീവിതത്തിലും അതിന് വെല്ലുവിളികൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അതിനൊരു സൗന്ദര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാം ഈസിമട്ടായിട്ട് പോകാമെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു കുഴപ്പമില്ല. എല്ലാം അങ്ങനെ എല്ലാം ഒരു ക്രമാനുഗതമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. വെല്ലുവിളികളാണ് നമ്മളെ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനും കൂടുതൽ നമ്മളെ തന്നെ മാറ്റപ്പെടുത്തുവാനും എല്ലാത്തിനും പുരോഗതി ഉണ്ടാകണമെങ്കിൽ അങ്ങനെ വെല്ലുവിളി ഉണ്ടായെങ്കിലേ ഉള്ളല്ലോ നമുക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലെങ്കിൽ നമുക്കൊന്നും കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റില്ല. വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു പരാജയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ആ വെല്ലുവിളികളാണ് നമ്മളെ വീണ്ടും അടുത്ത നിമിഷം നമുക്കതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിലുള്ളവരെല്ലാം അങ്ങനെയാണ്, എല്ലാം വലിയ വലിയ ആളുകളെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വെല്ലുവിളികളും അല്ലെങ്കിൽ കുരിശ് നമുക്കറിയാമല്ലോ, ഈശോയുടെ ആ ഒരു ജീവിതം തന്നെ നോക്കുക, ഓരോ ദിവസവും വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം. പക്ഷേ ആ വെല്ലുവിളികളെല്ലാമാണ് അവസാനം ഉയർക്കാനായിട്ട് അല്ലെങ്കിൽ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ ആ മഹിമയിൽ വരുമ്പോഴത്തേക്ക് ആ വെല്ലുവിളികളാണ് ഈശോ അതിനെല്ലാം അല്ലെങ്കിൽ പ്രലോഭനങ്ങളെല്ലാം ഈശോ അതിജീവിച്ച് ഉള്ള ആ വിജയത്തിൻ്റെ പൊൻകൊടി അല്ലേ അവിടുന്ന് പാറിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അത് വലിയൊരു അനുഭവമാണ്. വെല്ലുവിളികളില്ലാതെ നമുക്ക് ജീവിതത്തിൻ്റെ വിജയം ഉണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഓരോ വിവിധ തരത്തിലുള്ള നമുക്ക് ജീവിതമായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും പരാതിയില്ല. നമുക്കറിയാം, ഇതൊന്നും പരാതിപ്പെടേണ്ട കാര്യങ്ങളല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൽ നിന്നൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഈ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ 80 വയസ്സാണെങ്കിൽ ആ അത്രയും ദിവസങ്ങൾ നമുക്ക് തരുന്ന അതിൻ്റെ അനുഭവം മുഴുവനും നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളാണ്. അതിനെ കവർ ചെയ്താണ് മുന്നോട്ട് ജീവിക്കുക. അപ്പോഴാണ് നമുക്ക് ജീവിതം കൂടുതൽ നമുക്ക് പ്രയാസമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ സന്തോഷം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓർക്കം ചെയ്യുമ്പോഴാണ് കൂടുതൽ ലഭിക്കുക എന്നുള്ളൊരു വലിയ ചിന്തയാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം ഉള്ളം കയ്യിൽ താങ്ങി നടത്തി എന്ന് തോന്നിയ ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും? നമ്മുടെ ജീവിതം നേരത്തെ ഉത്തരങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെയാണ്. ദൈവം ഉള്ളം കയ്യിൽ താങ്ങാത്ത നിമിഷങ്ങളില്ല. കാരണം ദൈവം നമ്മളെ നിരന്തരമായിട്ട് പരിപാലിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയിൽ നടന്ന എൻ്റെ വലിയൊരു അപകടം അത് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2025 ഒക്ടോബർ 11 നടന്ന അപകടം, അത് ദൈവം ഉള്ളം കയ്യിൽ താങ്ങിയ ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് നമുക്ക് ഏത് ഇടിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് അപകടമാണെങ്കിലും നമ്മൾ മുന്നോട്ട് ഉള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകണം. ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം അതിനെല്ലാം മറികടക്കുവാനായിട്ടല്ലേ, എന്ത് പ്രതിസന്ധി ആയാലും അപകടമായാലും ഏത് നമുക്കൊരിക്കലും നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം അവിടെ ഇടപെട്ടുകൊണ്ട് നമ്മളെ നമുക്കറിയാം, സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നമുക്കറിയാം, നിരപ്പായ വഴിയിലും സമതലത്തിലും എല്ലായിടത്തും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം പോകുവാനായിട്ട് എന്നുള്ള നിലയിൽ അത് ദൈവത്തിൻ്റെ ഒരു ചൈതന്യമാണല്ലോ. അപ്പം അങ്ങനെ ആ ഒരു നിലയിൽ ദൈവം നമ്മളെ പരിപാലിക്കാത്ത അല്ലെങ്കിൽ ഉള്ളം കയ്യിൽ താങ്ങാത്ത ഒരു നിമിഷം പോലും നമുക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ദൈവസ്തുതി എന്നൊക്കെ പറയുന്നത് ഈ ഒരു ദൈവത്തിൻ്റെ ആ ദൈവത്തോടുള്ള ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഉള്ളം കയ്യിൽ താങ്ങുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയിലാണല്ലോ. തീർച്ചയായിട്ടും അതാണ് ഒത്തിരിയധികം പാട്ടുകൾക്കും എല്ലാം ഇടയായിട്ടുള്ള കാര്യമാണ്. ദൈവം നമ്മളെ താങ്ങുന്ന ദൈവം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഓരോരുത്തരും, ദൈവം തന്നെയല്ല മറ്റുള്ളവരെല്ലാം ഈശോയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇടവയിലുള്ളവരായാലും മാതാപിതാക്കളായാലും ബന്ധുക്കളായാലും മിത്രങ്ങളായാലും ഓരോരുത്തരും നമ്മൾ തമ്മിലും പരസ്പരവും നമ്മളെ സഹായിക്കുമ്പോഴാണല്ലോ നമുക്ക് ഉള്ളം കയ്യിൽ താങ്ങുന്ന ഒരു ദൈവാനുഭവം. അപ്പോൾ ദൈവത്തിന് മാത്രം ജോലിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജോലി കൂടിയാണ് ഓരോരുത്തരെയും നമുക്ക് പറ്റുന്ന പോലെ
മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ ഒന്ന് താങ്ങുവാനും ഹെൽപ്പ് ചെയ്യുവാനും ഒരിറ്റ സന്തോഷം കൊടുക്കുവാനൊക്കെ കഴിയുന്നത് അത് തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്നുള്ള അതിൻ്റെ താങ്ങുന്നതിൻ്റെ ഒരു അനുഭവമാണ്. മക്കളെ വളർത്തുന്നതായാലും അവരെ പഠിപ്പിക്കുന്നതായാലും അവരുടെ ജീവിതത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാര്യമായാലും എന്ത് കാര്യമായാലും ഒരു നിരന്തരമായിട്ടുള്ള താങ്ങുന്ന അനുഭവം ഇപ്പോഴും നമുക്കതാണല്ലോ ഇപ്പം നമ്മൾ ആഗ്രഹിക്കുക, എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനായിട്ടുള്ള വലിയ ഒരു കഴിവുണ്ട്. അല്ലെ, ദൈവം നമുക്ക് അതിനുള്ള അവസരം നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് താങ്ങിയ ആ ദൈവത്തിന് നമുക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അതുപോലെ തന്നെ നിരന്തരം ഓരോ നിമിഷവും നമുക്കറിയാതെ തീർച്ചയായും നമ്മൾ പുറത്തിറങ്ങിയാൽ അകത്ത് വരുന്നോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ഇങ്ങനെ എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും മറ്റുള്ളവരെ ആരും ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം നോക്കി, വഴിയിലായാലും റോഡിലായാലും അപ്പോൾ അങ്ങനെ എവിടെ ആയാലും അങ്ങനെ പോകുന്നൊരു അനുഭവം. അതുകൊണ്ടായിരിക്കും ഈ അപകടങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ശ്രദ്ധിക്കണം. അവരും എന്നെപ്പോലെ തന്നെ പോകുന്നവരാണ്, അവരും എന്നെപ്പോലെ തന്നെ അത്യാവശ്യമുള്ളവരാണ്. ഓരോരുത്തർക്കും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരാണ് മുന്നിൽ അല്ല പുറകിലോ പോകുന്നത് എന്നുള്ള ചിന്തയിൽ നമ്മൾ വാഹന ഗതാഗതമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് അവരെ പ്രയാസപ്പെടുത്താതെ ഒന്നിച്ച് ജീവിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപകടം അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പലതും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതും പ്രത്യേകിച്ച് ഈ അപകടവേളകളിൽ പ്രത്യേകം നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരെയും ദൈവം താങ്ങുന്ന ഒരു നിമിഷമാണ്. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് അതേക്കുറിച്ച് ഇപ്പോൾ അഥവാ നൊമ്പരമുണ്ടെങ്കിലും നമ്മളൊന്നും അറിയുന്നില്ല. ദൈവം നമുക്ക് അപകടത്തിൻ്റെ സമയത്ത് ഏത് വലിയ കഠിന അപകടമായാലും നമുക്ക് യാതൊരു പോറൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോറലിൻ്റെ പോലും വേദന അനുഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് ദൈവം അത് നമ്മളെ അറിയിക്കില്ല. അപ്പം അങ്ങനെ ഒരു സംവിധാനം ദൈവത്തിൻ്റെ വലിയൊരു ദൈവം നമ്മളെ താങ്ങുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതമാണ്. അങ്ങനെ അപകടത്തിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല, അതെങ്ങനെ സംഭവിച്ചു, അല്ല എങ്ങനെ ഞാൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു നമ്മളെ താങ്ങുന്ന ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ്. ഓരോ അപകടത്തിനും നമ്മൾ അതിലൂടെ അതിജീവിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു അനുഭവം. അതുകൊണ്ട് ദൈവത്തിന് പ്രത്യേകം നമ്മളെല്ലാവരെയും കാത്തു പരിപാലിക്കുന്ന അപകടവേളയിലൂടെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അച്ഛാ, ഇത്രയും നേരം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും ഈശോ അച്ഛനെ താങ്ങി നടത്തിയതിനെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ മാക് ടി വി പ്രേക്ഷകരോട് അച്ഛന് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? മാക് ടി വി ടിവിക്ക് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ വിലയേറിയ ഇങ്ങനെ നമ്മുടെ അകത്തെ വ്യൂ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എന്നുള്ള കാര്യം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഇന്ന ദിവസം പരിശ്രമിച്ചു. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ വലിയ ശുശ്രൂഷ മാധ്യമരംഗത്തുള്ള മാക് ടി വിയുടെ ശുശ്രൂഷകൾക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനം അല്ലെങ്കിൽ എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുകയാണ്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഉയർച്ച ഉണ്ടാവട്ടെ. കൃത്യമായിട്ട് കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഇന്നിപ്പോൾ നമുക്ക് എല്ലാത്തിനെയും നമ്മൾ നിസ്സാരമായ കാര്യം മതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്നും ഒളിച്ചോടാനുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് നമ്മൾ നിരാശപ്പെട്ട് ആത്മഹത്യ അല്ലെങ്കിൽ ജീവിതം എല്ലാം തീർന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള നമ്മുടെ സമീപനം. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ ഭയപ്പെടാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാൻ ആത്മശക്തിയോടുകൂടി നമുക്ക് ജീവിതം നമുക്ക് നശിപ്പിക്കാനായിട്ടുള്ള അതിനുള്ള അവകാശം നമുക്കില്ല. ദൈവം തന്ന ജീവിതം അത് നമ്മളെല്ലാവരും ചേർന്ന് ഭംഗിയാക്കുവാനായിട്ട് ദൈവം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ സഹായിക്കും. നമുക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ എല്ലാവരും തരും. നമ്മളാരും നിസ്സാര കാര്യത്തെ ചൊല്ലി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനോ ജീവിതത്തിൻ്റെ സന്തോഷം കളയുവാനോ ഒന്നും ഇടയാവരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിലയേറിയ ജീവിതം അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ കേൾക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ പള്ളിയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമുക്ക് ഒത്തൊരുമിച്ച് കൂട്ടായ്മയോട് കൂടി നമ്മുടെ ജീവിതത്തെ ഭംഗിയാക്കുവാൻ കഴിയും. അതുകൊണ്ട് ജീവിതം നമ്മൾ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് പോകുവാൻ പാടില്ല. നമ്മളെല്ലാവരും ഉറച്ച പ്രത്യാശയുള്ളവരാണ്. അതുകൊണ്ട് ഒരു വലിയ പ്രത്യാശയിൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സുന്ദരമാക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. ഉറച്ച പ്രത്യാശ ഈശോയിൽ നമുക്ക് നിരന്തരം നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അതാണല്ലോ. നമ്മുടെ ജീവിതാവസ്ഥ പൗരോഹിത്യമായാലും കുടുംബജീവിതമായാലും സന്യസ്ത ജീവിതമായാലും നമ്മുടെ ജീവിത അന്തസ്സെല്ലാം നമുക്ക് സന്തോഷിക്കാനും, ഞാൻ ആദ്യം സന്തോഷിക്കണം, ഒപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അന്തസ്സുകളും ജീവിത സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി ജീവിക്കാനും നിരാശപ്പെടാതെ ധൈര്യമായിട്ട് ദൈവം തരുന്ന ആയുസ് മുഴുവൻ ഈ ലോകത്ത് ശക്തമായിട്ട് ജീവിക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാനുള്ളതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന നമ്മുടെ വെല്ലുവിളി നമ്മുടെ ജീവിതം അതാണ്.
എന്നുള്ള വലിയ ആ ഒരു സന്ദേശം സ്നേഹപൂർവ്വം ഇത്രയും നേരം എനിക്കും ഈ ഒരു എൻ്റെ എളിയ ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാനും അതുപോലെ തന്നെ ദൈവവും ഒപ്പം തന്നെ മാതാപിതാക്കളും മറ്റ് ഇടവ സമൂഹവും അല്ലെങ്കിൽ എനിക്ക് പുറത്തുള്ള എല്ലാവരും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ സഹായിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും എന്നെ ഈ ചോദ്യങ്ങളും അതുപോലെ തന്നെ അവർ നല്ല ഒരു ഈ സന്ദേശം എല്ലാം പറയാനായിട്ട് നിങ്ങൾ സഹായിച്ചു. അതുപോലെ എല്ലാവരും സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അധികം എല്ലാവർക്കും ആദ്യം നീട്ടി പറയാതെ എല്ലാവർക്കും ആ ഉള്ളിലുള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കാറുണ്ട്. നമ്മുടെ ജീവിത അന്തസ്സ് ഏത് ജീവിത അന്തസ്സായാലും അത് നമുക്ക് സന്തോഷിക്കാനും ആ സന്തോഷം പരസ്പരം പകർന്നു കൊടുക്കുവാനുള്ളതാണ് എന്നുള്ള കാര്യം വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ദൈവം എന്നെ പുരോഹിതനാക്കിയതിന് കൃത്യമായിട്ടുള്ള നന്ദി ഞാൻ ദൈവത്തിന് ഈ സമയത്ത് സഭയോട് ചേർന്ന് ദൈവത്തിന് നിങ്ങളെല്ലാവരോടും ചേർന്നുകൊണ്ട് നന്ദി പറയുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാൽവരി പൂക്കളിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ബഹുമാനപ്പെട്ട മാത്യു പുളിച്ചിമാക്കൽ അച്ഛനെയാണ്. അച്ഛൻ്റെ പൗരോഹിത്യം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്